നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 99. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 99. ഇന്ന് പ്രഥമസ്കന്ധത്തിൽ 9-ാം അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. അസ്യ അനുഭവം ഭഗവാൻ വേദഗുഹ്യതമം ശിവ ദേവർഷിർ നാരദ സാക്ഷാൽ ഭഗവാൻ കപിലോ നൃപ. അസ്യ അനുഭാവം ഭഗവാൻ വേദഗുഹ്യതമം ശിവ ദേവർഷിർ നാരദ സാക്ഷാൽ ഭഗവാൻ കപിലോ നൃപ. ഇതിന് അർത്ഥം പറയുമ്പോൾ, ഹേ രാജൻ, ഇവൻ്റെ ഏറ്റവും ഗോപ്യമായ മാഹാത്മ്യത്തെ എന്തായി ഗോപ്യമായ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതും പരക്കെ പറയാൻ പറ്റാത്തതും എന്താ അനുഭവ സമ്പത്തുള്ളവരോട് പറയാൻ പറ്റുള്ളൂ. ഗുഹ്യതം എന്നൊക്കെ പറയും. ഗുഹ്യതം എന്ന് പറഞ്ഞാൽ ആരോടും പറയാൻ പാടില്ലാത്തതെന്നാ, ഭക്തിയുള്ളവരോടെ പറയാൻ പാടുള്ളൂ എന്നർത്ഥം. അതാണ് ഏറ്റവും ഗോപ്യമായ ഗോപി സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അറിവുള്ളവരോടെ പറയാൻ പാടുള്ളൂ എന്നർത്ഥം പറയണം. ആ മാഹാത്മ്യത്തെ ജ്ഞാനസ്വരൂപനായ ശിവനും ദേവർഷിയായ നാരദരും പ്രത്യക്ഷ ഭഗവാനായ കപിലനും അറിയുന്നു. എല്ലാവരും അറിയണില്ല എന്നാണ് പറഞ്ഞത്. ശിവൻ അറിയും. അതൊന്നുകൂടി ഇത് പറയുമ്പോൾ ഭാവാർത്ഥം പറയുമ്പോൾ മനസ്സിലാക്കാം. ഹേ രാജാവേ, പരീക്ഷിത്ത് മഹാരാജാവേ, ഈ കൃഷ്ണൻ്റെ ഏറ്റവും അല്ലെങ്കിൽ പരീക്ഷത്തിൻ്റെ അങ്ങോട്ട് പോണ്ട. ഭീഷ്മര് ധർമ്മപുത്രടുത്ത് പറയണം, ഹേ രാജാവേ, ഈ കൃഷ്ണൻ്റെ ഏറ്റവും ഗോപ്യമായിരിക്കുന്ന മാഹാത്മ്യത്തെ ജ്ഞാനസ്വരൂപനായ പരമശിവനും ദേവർഷിയായ ശ്രീ നാരദരും സാക്ഷാൽ ഭഗവാന്റെ അവതാരമായ കപിലാചാര്യരും അറിയുന്നു. സാമാന്യ ജനങ്ങൾക്ക് ശ്രീകൃഷ്ണ മഹിമയെ അറിയുവാൻ സാധ്യമല്ല എന്ന് സാരം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു മനസ്സിലാക്കി. സാമാന്യ ജനങ്ങൾക്ക് ശ്രീകൃഷ്ണ മഹിമയെ അറിയുവാൻ സാധ്യമല്ല. അതാണ് ഈ ഉറിയടി. ഭഗവാന്റെ മഹിമ, ഒരു പെൺകുട്ടി കൃഷ്ണവേഷം കെട്ടിയിട്ടാണ് ഉറിയടിക്കുന്നത്. തലയിൽ പപ്പടം വെച്ചാൽ സുധാമാവൂ ഇല്ല. അപ്പോൾ ഈശ്വരനെ അനുകരിക്കരുത്, ഈശ്വരനെ അനുമോദിക്കാനേ പാടുള്ളൂ എന്ന് പറഞ്ഞതൊക്കെ കാറ്റത്ത് പറത്തി. അതിന് ഗുരുവായൂരമ്പലം പോലെയുള്ള മഹാക്ഷേത്രങ്ങൾ അറിവില്ലാതെ കണ്ട് അജ്ഞാന ദിശയിൽ അന്ധകാരത്തിൽ മുഴുകിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ശിവൻ മമ്മിയൂരിൽ നിന്നാണ് ഘോഷയാത്ര വരുന്നത്. അപ്പോൾ അവിടെ ഉള്ളവരും അറിവ് ഇല്ല. ഇത്ര ക്ലിയറായിട്ട് വായിച്ച് പഠിക്കണില്ലേ? അവിടെയാണ് പ്രശ്നം. അപ്പോൾ അനുഭവരൂപേണ അറിഞ്ഞ നാരദാദികളുടെ വാക്കിൽ വിശ്വസിക്കേണ്ട ആവശ്യം എന്ന് സാരം. നോക്കൂ, അനുഭവരൂപേണ ഞാൻ ഇത് പഠിക്കണത് എൻ്റെ അനുഭവം കൊണ്ടാണ്. ഞാൻ ഒരു 20-21 വയസ്സ് വരെ പട്ടാമ്പി പടിഞ്ഞാറേ മഠം ദേവസ്വം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ട്രസ്റ്റിയുടെ അനിയൻ്റെ മകനായിട്ട് ജീവിക്കുകയാണ്. 64 വരെ എനിക്ക് 12 വയസ്സ്. വന്നു പോകുന്ന വഴിപോക്കന്മാർക്ക് അവധൂത ധർമ്മത്തിലുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് ഫ്രീ ആഹാരം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ അമ്പലവാസി നായരെ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ കഞ്ഞിയാണെങ്കിൽ കഞ്ഞിയെങ്കിലും കൊടുക്കാണ്ട് പോവില്ല. അവസാനത്തെ ആൾ ചിലപ്പോൾ 3-3:30 മണിയൊക്കെ ആവും മൂന്നാമതൊക്കെ വെച്ചിട്ട്. അപ്പോഴാണ് ഞങ്ങൾ ഊണ് കഴിക്കുക. എല്ലാവരും കാപ്പി കുടിക്കുന്ന സമയത്ത് ഞങ്ങൾ ഊണ് കഴിക്കുന്നുണ്ട്. എന്ത് ഊണാണ് കഴിക്കണത്? പകുതി വന്ന അരി കടുക് മുളകൊക്കെ വറുത്തിട്ടിട്ട് വടുവപ്പള്ളി നാരങ്ങയുടെ ഉപ്പിലിട്ടതുണ്ടാവും. അതൊക്കെ ഇങ്ങനെ കൂട്ടി കുഴച്ച്
ഏകദേശം ഒരു നാളികേരത്തിൻ്റെ പൊതിച്ച നാളികേരത്തിൻ്റെ അത്ര വലിയ ഉരുള തരും. അത് ഒരു ഉരുള കഴിക്കണമെങ്കിൽ 10-15 മിനിറ്റ് എടുക്കും. അത്രയും സോളിഡാണ്. അതിൻ്റെ ബലാണ് ഈ വർത്തമാനം. ഭഗവാന്റെ പ്രസാദം അത്. അപ്പോൾ അനുഭവരൂപേണ അറിഞ്ഞ നാരദാദികളുടെ വാക്കിൽ വിശ്വസിക്കുകയാണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി 20ാമത്തെ ശ്ലോകം. യം മന്യസേ മാതുലേയം പ്രിയം മേത്രം സുഹൃത്തമം അകരോ സജീവം ദൂതം സൗഹൃദ അധധ സാരഥിം. യം മന്യസേ മാതുലേയം പ്രിയം മേത്രം സുഹൃത്തമം അകരോ സജീവം ദൂതം സൗഹൃദ അധധ സാരഥിം. യാതൊരുത്തനെ അമ്മാവൻ്റെ പുത്രനെന്നും, അതായത് പാണ്ഡവന്മാരുടെ അമ്മാവൻ്റെ പുത്രനാണ് ശ്രീകൃഷ്ണൻ, പ്രീതി വിഷയമെന്നും പ്രീതിയെ ഉണ്ടാക്കുന്നവനെന്നും പരോപകാരം ചെയ്യുന്നവനെന്നും നീ വിചാരിക്കുന്നു. ആരോടാ പറഞ്ഞത്? ധർമ്മപുത്രരോട്. മന്ത്രിയായിട്ടും സന്ദേശവാഹനായിട്ടും തേർതെളിക്കുന്നവനായിട്ടും അതിസ്നേഹം നിമിത്തം നീ ചെയ്തു. അതിസ്നേഹം കാരണം നീ ആളെ മനസ്സിലാക്കിയില്ല എന്നാണ് പറഞ്ഞത്. ആരേനെ? കൃഷ്ണനെ. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഭാവാർത്ഥം, യാതൊരു ഭഗവാന്റെ യഥാർത്ഥ മഹിമ അറിയാത്തത് കൊണ്ട് നീ അമ്മാവനായ വസുദേവൻ്റെ പുത്രനെന്നും നിൻ്റെ പ്രീതിക്ക് പാത്രപാടെന്നും നമുക്കൊക്കെ പറ്റുന്ന തെറ്റാ. ഞാനിന്ന് തുലാഭാരം നടത്തി, ഞാനിന്ന് ചുറ്റുവിളക്ക് ചെയ്തു, ഞാനിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നും ആയില്ല മക്കളെ. നിൻ്റെ ഇഷ്ടത്തെ ചെയ്യുന്നവനെന്നും പ്രത്യുപകാരകാംക്ഷ കൂടാതെ നിനക്ക് പരോപകാരം ചെയ്യുന്നവനെന്നും വിചാരിക്കുന്നു. ആ സ്നേഹാധിക്യത്താൽ ചിലപ്പോൾ നിൻ്റെ മന്ത്രിസ്ഥാനത്തിലും ചിലപ്പോൾ ദൂതൻ്റെ നിലയിലും ചിലപ്പോൾ തേർ നടത്തുന്നവൻ്റെ നിലയിലും നീ ഏർപ്പെടുത്തുന്നു. ആരേനെ? കൃഷ്ണനെന്ന്. എടോ സാഷ്ടാംഗം നമസ്കരിക്കൂ. അതിനേക്കാൾ വേറൊരു സേവയില്ല ഭഗവാനെ. അദ്ദേഹത്തിനെ പിടിച്ച് നീ നിൻ്റെ അനിയൻ്റെ സാരഥിയാക്കി. നീ എന്താ വിചാരിച്ചിരുന്നത്? ഇതാണ് ചോദിക്കണതേ. 22ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. സർവാത്മന സമദൃശോ ഹൃദ്വയസ്യാനഹംകൃതേ ഹൃദ് വയസ്യ അനഹം കൃതേ തത്കൃതം മതിവൈഷമ്യം നിരവധ്യസ്യ ന ക്വചിത്. സർവാത്മന സമദൃശോ ഹൃദ് വയസ്യാനഹം കൃതേ തത്കൃതം മതിവൈഷമ്യം നിരവധ്യസ്യ ന ക്വചിത്. അപ്പോൾ സർവത്തിലും ആത്മാവായും എല്ലാറ്റിലും സമദൃഷ്ടിയുള്ളവനായും, അതെ, തന്നെ കൂടാതെ രണ്ടാമതൊരു വസ്തുവോട് കൂടാത്തവനായും, അതായത് അദ്വൈതനാണ്, ദ്വൈതനല്ല. അഹങ്കാരരഹിതനായും രാഗാദിദോഷരഹിതനായും ഇരിക്കുന്ന അവന് ആ കർമ്മത്താൽ ഉണ്ടാകുന്നതായ ബുദ്ധിഭേദം ഒരിക്കലുമില്ല. നമ്മൾക്കൊക്കെ ബുദ്ധിഭേദമുണ്ട്, ഭഗവാന് ബുദ്ധിഭേദമില്ല. നമുക്ക് ബുദ്ധിഭേദം വരാനും പാടില്ല. വന്നാൽ അനർത്ഥം ഫലമെന്ന് പറയും. അപ്പോൾ അതിന് നമ്മൾക്ക് ഭാവാർത്ഥം പറയുമ്പോൾ എങ്ങനെയാ പറയാം? സർവേശ്വരനാണെങ്കിൽ സാരഥ്യാദി നീചവൃത്തികൾ എങ്ങനെ ഏർപ്പെട്ടു എന്നുള്ള ആക്ഷേപത്തെ സമാധാനിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ പരമതത്വത്തെ ധർമ്മപുത്രർക്ക് ഉപദേശിക്കുന്നു. സാരമില്ല, ഇനിയിപ്പോൾ ദൂതുപണി ചെയ്തു, സാരഥിയായി, അതിനൊക്കെ പരിഹാരമുണ്ട്. എന്താ? ഉച്ചനീചകർമ്മങ്ങൾ നിമിത്തം സാധാരണന്മാർക്കുണ്ടാകുന്ന അയോഗ്യതാ ഭേദം കൃഷ്ണനില്ല. കൃഷ്ണൻ എന്ത് ചെയ്താലും കൃഷ്ണനെ ബാധിക്കില്ല. കർത്തൃത്വം ഇല്ല ഭഗവാൻ. അപ്പോൾ അവൻ എല്ലാറ്റിലും ആത്മസ്വരൂപനും എല്ലാറ്റിനെയും ഒരുപോലെ കാണുന്നവനും തന്നിൽ നിന്ന് അന്യമായ വസ്തുവിനോട് കൂടാത്തവനും ശരീരാദികളിൽ ഞാനെന്ന ഭാവമില്ലാത്തവനും രാഗദ്വേഷാദി വൃത്തികൾ നിമിത്തമുള്ള പാപപുണ്യദോഷങ്ങൾക്ക് വിഷയമല്ലാത്തവനും. ഭഗവാന് പാപപുണ്യമില്ല. നമ്മൾക്കിപ്പോൾ ഈ രാസക്രീഡ എന്ന് പറയുമ്പോൾ
കുൽസിത ബുദ്ധി വരാനുള്ള കാരണം എന്താ? നമ്മുടെ മനസ്സിന് പരിഭാഗം വരണില്ല. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. എന്താ? ഈ DC ബുക്സിൻ്റെ 18 പുരാണങ്ങളിൽ ഈ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഈ 8-9 വയസ്സായിട്ടുള്ള കുട്ടിയാണ് കൃഷ്ണൻ്റെ പ്രായം. അപ്പോഴാണ് ഈ രാസക്രിയകൾ നടക്കുന്നത്, രാസലീല. അപ്പം അതിൽ ഗോപസ്ത്രീകളുടെ കുജകുങ്കുമങ്ങളിലുള്ള സിന്ദൂരം ഭഗവാന്റെ മേലായി, അല്ലെങ്കിൽ ഭഗവാന്റെ തിരുപാദപത്മങ്ങളെ എടുത്തിട്ട് അവരവരുടെ മാറിൽ കുജങ്ങളുടെ മുകളിൽ വെച്ചു അമർത്തി എന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ ഒരിക്കലും അതിൽ രതി ഉണ്ടായിട്ടില്ല. ഭഗവാൻ മായയെ ഉപോത്ബലകമായിട്ടാണ് ഈ രാസക്രിയത നടത്തുന്നത്. ഭഗവാൻ രാസക്രിയത ചെയ്തിട്ടില്ല. ഇതൊന്നും അറിയാതെ കണ്ട് നമ്മൾ തട്ടിവിടും. അവിടെയാണ് പ്രശ്നം. അപ്പോൾ അതിൽ ഒരു സ്ഥലത്ത് പറയണ്ടേ, ഇന്ദ്രിയ നിഗ്രഹമുള്ള ആളാണ് ഭഗവാൻ. നമ്മളെപ്പോലെ അസമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ എല്ലാം വിസ്മൃതിയിൽ ആണ്ടിട്ട് ഇന്ദ്രിയം സ്കലിക്കുക അങ്ങനെ ഇല്ല. അദ്ദേഹത്തിന് അങ്ങനെ ഇല്ല. ഇതറിയാണ്ട് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാപപുണ്യാദി ദോഷങ്ങൾക്ക് വിഷയമില്ലാത്തവനാകുന്നു. അതുകൊണ്ട് ലോകരക്ഷാഹേതുകമായ ഉച്ച നീച വ്യാപാരങ്ങളെയും സാമാന്യനെ പോലെ ചെയ്യുന്നു എന്ന സാരം. അത്ര മനസ്സിലാക്കിയാൽ മതി. ഇനി 22ാമത്തെ ശ്ലോകം. തഥാപി ഏകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം യന്മേ അസൂം ത്യജത സാക്ഷാൽ കൃഷ്ണോ ദർശനമാഗതാം. തഥാപി ഏകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം യന്മേ അസും ത്യജത സാക്ഷാൽ കൃഷ്ണോ ദർശനമാഗത. അതായത് സാക്ഷാൽ കൃഷ്ണനോട് ഉള്ള ദർശനം ഇപ്പം എനിക്ക് സംഭവിക്കാൻ പോണു. അതാണ് അവസാനത്തെ വാക്ക്. ഇനി അത് ഒന്നുകൂടി പറയാം ആദ്യം നമ്മൾക്ക്. എങ്കിലും ഏകാന്ത ഭക്തന്മാരിൽ ഹേ രാജാവേ കാരുണ്യത്തെ നോക്കുക. എന്തെന്നാൽ പ്രാണങ്ങളെ ഉപേക്ഷിക്കുവാനൊരുങ്ങിയിരിക്കുന്ന എൻ്റെ സാക്ഷാത് പ്രത്യക്ഷ ദർശനത്തെ കൃഷ്ണൻ ആഗമിച്ചു. എനിക്ക് പ്രത്യക്ഷ ദർശനം തന്ന് എൻ്റെ പ്രാണപ്രയാണ ഉത്സവമാക്കി തീർക്കാനുള്ള അനുകമ്പ കാണിച്ചത് എൻ്റെ അടുത്തേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. അത് വളരെ ഗംഭീരമായിട്ട് ഭാവാർത്ഥം പറയുന്നുണ്ട്. നോക്കിക്കോളൂ. എല്ലാറ്റിലും എല്ലാവരിലും സമദൃഷ്ടി ഉള്ളവനാണെങ്കിലും, കണ്ടീഷണൽ ക്ലോസാണ്, അന്യശരണമില്ലെന്നുള്ള ഉറപ്പോടുകൂടെ, ഇയാൾ വേറെ ആരെയും ശരണം പ്രാപിച്ചിട്ടില്ല എന്ന് ഭഗവാൻ മനസ്സിലാക്കുമ്പോഴത്തെ അവസ്ഥയാണ്. അന്യശരണമില്ലെന്നുള്ള ഉറപ്പോടുകൂടെ സ്വപാദപത്മത്തെ ഭജിക്കുന്നവരായ ഏകാന്തഭക്തന്മാരിൽ ഭഗവാനായ ഈ കൃഷ്ണനുള്ള കാരുണ്യ വിശേഷത്തെ നോക്കുക. എന്നോടുള്ള കാരുണ്യ വിശേഷത്തെ നോക്കുക. എന്തെന്നാൽ പ്രാണങ്ങളെ ഉപേക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന എൻ്റെ ദൃഷ്ടികൾ കൊണ്ട് കാണാൻ തക്ക വിധം സമീപത്തിൽ കൃഷ്ണൻ വന്നിരിക്കുന്നുവല്ലോ. ഇത് എന്നിലുള്ള കരുണയുടെ വിശേഷമല്ലയോ? ഭഗവാൻ നിങ്ങളെയെല്ലാം കൂട്ടിക്കൊണ്ട് ഇവിടെ എഴുന്നള്ളിയത് ശരീരത്തെ വെടിയുവാൻ ഒരുങ്ങിയിരിക്കുന്ന എന്നെ അനുഗ്രഹിപ്പാനാണെന്ന് ധരിച്ചുകൊള്ളുക. അതാണ് ഭക്തന്മാരിൽ അഗ്രഗണ്യനാണ് ആരെ? ഭീഷ്മര്. അപ്പോൾ പറഞ്ഞു, നിങ്ങളും ഭഗവാനിൽ ഏകാന്ത ഭക്തന്മാരായിരിക്കും. ഭാഗവതം പഠിച്ചിട്ട് നമ്മൾ എത്ര ആളെ ഏകാന്ത ഭക്തന്മാരായിട്ടുണ്ട്? ഇത് ഇത്ര വിസ്തരിച്ച് നമ്മൾ പഠിക്കണ്ടേ? അല്ലാണ്ട് ആചാര്യന്മാരെന്ത് ചെയ്യാൻ പറ്റും? പാവം, ഉദരനിമിത്തം ബഹുകൃത വേഷം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു, നിങ്ങളും ഭഗവാനിൽ ഏകാന്ത ഭക്തന്മാരായിരിക്കുവൻ. ഭഗവാന്റെ ഭക്തവാത്സല്യത്തിന് ഇതിലധികം ദൃഷ്ടാന്തം മറ്റൊന്നുമില്ലെന്നും കണ്ടുകൊള്ളുവിൻ. എന്തുകൊണ്ടെന്നാൽ ഞാനാകട്ടെ
മഹാ അപരാധിയല്ലേ ഞാൻ, മഹാ അപരാധിയല്ലേ ചെയ്തിരുന്നത്? ഞാൻ ധർമ്മത്തിനെതിരായിട്ടല്ലേ യുദ്ധം ചെയ്തത്? എന്നിട്ടും എൻ്റെ നിഷ്പക്ഷത ഭഗവാൻ അറിഞ്ഞിട്ടുണ്ട്. തിന്ന ചോറിന് കൂറ് കാണിച്ചു എന്നല്ലാണ്ട് ഞാൻ ധർമ്മത്തിൻ്റെ ഒപ്പം തന്നെയായിരുന്നു. ഞാനാകട്ടെ അപരാധിയല്ലയോ? ഭഗവാനെ തന്നെ ഞാൻ നിന്ദിക്കുകയും, അല്ലേ, ഭഗവാനെതിരായിട്ട് സത്യം ചെയ്തുള്ള ആളാണ്. പക്ഷെ ഭഗവാൻ അത് ഇഷ്ടമാണ്, സത്യസങ്കല്പന്മാരായിരിക്കണമെന്ന് മാത്രം. അപ്പോൾ ഭഗവത് ഭക്തന്മാരായ, അപ്പോൾ ഭഗവാനെ തന്നെ ഞാൻ നിന്ദിക്കുകയും അസ്ത്രം കൊണ്ട് മുറിപ്പെടുത്തുകയും ഭഗവത് ഭക്തന്മാരായി നിങ്ങളെ തന്നെ ദ്രോഹിക്കുകയും ദുർജനപക്ഷത്തിൽ ചേരുകയും ചെയ്തവനല്ലയോ? എന്നാലും ചിലപ്പോൾ ഭഗവൻ നാമോച്ചാരണാദി ഭക്ത്യാഭ്യാസത്തെ ചെയ്തിട്ടുള്ളതിനെ, ഭീഷ്മർ ഭഗവാൻ നാമങ്ങൾ, കാരണം വിഷ്ണു സഹസ്രനാമം പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഒരു അഭിരുചി ഇല്ലാണ്ടിരിക്കുമോ? അപ്പോൾ ആ കരുണയോടുകൂടെ ഓർത്ത് എൻ്റെ സർവ്വ അപരാധങ്ങളെയും പൊറുത്ത് അന്ത്യകാലത്തിൽ അനുഗ്രഹിപ്പാൻ എൻ്റെ സമീപത്ത് വന്നിരിക്കുന്നതിനെ ഓർത്തുകൊള്ളുവിൻ എന്ന് ഗൂഢാഭിമതം. ഇതാണ് ഗുഹ്യതമെന്ന് പറയാൻ കാരണം. ഇതാണ് ഗൂഢമായിട്ടുള്ള അർത്ഥം. ഈ ഗൂഢമായിട്ടുള്ള അർത്ഥം അറിയാതെ കണ്ട് നമ്മൾ പരക്കം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ പറഞ്ഞു, യാന്തേമതി സാഗതി, മരണസമയത്തിൽ മനസ്സ് ഏതിനെ സ്മരിക്കുന്നുവോ അതിനെ പ്രാപിക്കും എന്ന സിദ്ധാനുസാരണം അവസാന സമയത്തിൽ ഭഗവാന്റെ ദർശനം തന്നെ സിദ്ധിച്ചതിനാൽ അതിസന്തോഷത്തെയും സൂചിപ്പിക്കുവാനാണ് പ്രാണങ്ങളെ വെടിയുന്ന എനിക്ക് അദ്ദേഹം ദർശനം തന്നത് എന്നൊരു കാച്ചി അദ്ദേഹം വെട്ടി തുറന്ന് പറഞ്ഞു. നിത്യാഭ്യാസി ആനെടുക്കുന്നു പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടാണ്. സദാസേവ്യ സദാസേവ്യ നാരായണ ജയ നാരായണ ജയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ടിക്ക് അടും കേൾക്കും പൂ. ഈ ടിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹാർട്ട് അറ്റാക്ക്. നാരായണ ജയ നാരായണ ജയ പാടിക്കൊണ്ടിരിക്കുക. ഉള്ളിൽ മതി ഫോൺ ചെയ്യുമ്പോൾ. എന്തൊക്കെയാ സുഖം? നാരായണ ജയ നാരായണ ജയ. എപ്പോഴും ഈശ്വരസ്മരണ വിടാൻ പാടില്ല. അപ്പം ഇനി 23-ാമത്തെ ശ്ലോകം. ഭക്ത്യ ആവേശ്യ മനോയസ്മിൻ വാചായൻ നാമകീർത്തയൻ ത്യജൻ കളേവരം യോഗി മുച്ചതേ കാമകർമ്മഭി. ഭക്ത്യ ആവേശ്യ മനോ യസ്മിൻ വാചായൻ നാമകീർത്തയൻ ത്യജൻ കളേവരം യോഗി മുച്ചതേ കാമകർമ്മഭി. വാക്കാർത്ഥം: യാതൊരുവനിൽ മനസ്സിനെ പരമപ്രേമത്തോടുകൂടെ പ്രവേശിപ്പിച്ചിട്ട് വാക്കുകൊണ്ട് യാതൊരുവൻ്റെ നാമത്തെ കീർത്തിക്കുന്നവനായിട്ട് ശരീരത്തെ ഉപേക്ഷിക്കുന്ന യോഗി കാമകർമ്മങ്ങളാൽ മോചിപ്പിക്കപ്പെടുന്നു. കാമ്യകർമ്മങ്ങളാൽ മോചിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അനാത്മവസ്തുക്കളിൽ അജ്ഞാനം കൊണ്ടുണ്ടാവുന്ന മമതയെ തിരസ്കരിക്കാൻ നമ്മൾക്ക് സന്ദർഭം കിട്ടും. അപ്പോൾ എന്താ സംഭവിക്കുക? വിഷ്ണു പ്രീത്യർത്ഥം, മഹാവിഷ്ണു പ്രീത്യർത്ഥം, ശ്രീകൃഷ്ണ പരമാത്മാ പ്രീത്യർത്ഥം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിന് ഇനി നമുക്ക് ഇത് ചെയ്യാം. ഭാവാർത്ഥത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വദേഹം ഉപേക്ഷിക്കുന്നത് വരെ ശ്രീകൃഷ്ണൻ അവിടെ ഇരുന്നരുളണമെന്ന് 2 ശ്ലോകം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഏതായാലും വന്നില്ലേ, എനിക്ക് സന്തോഷമുണ്ട്. ഇനി ഞാൻ ഈ പ്രാണനെ ത്യജിക്കണവരെ അവിടെ ഇരിക്കണം. അപ്പോൾ അതിന് കുറച്ച് സമയമുണ്ട്. 2 ശ്ലോകം കൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്. യാതൊരു ഭഗവാനിൽ പരമപ്രേമത്തോടുകൂടെ മനസ്സിൽ ഉറപ്പിച്ചും വാക്കുകൊണ്ട് ഭഗവൻ നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിക്കുന്ന യോഗി ജനന മരണങ്ങൾക്ക് ഹേതുവായ കാമ്യകർമ്മങ്ങളിൽ നിന്ന് വേറിട്ടവനായി ഭവിക്കുന്നു. ഈ കുട്ടികളോടുള്ള അമിത വാത്സല്യമാണ് അച്ഛനമ്മമാരെ നായും പട്ടിയായിട്ട് ആ വീട്ടിൽ വരും. ഈ കുട്ടികൾ തന്നെ തല്ലി കൊല്ലും ചെയ്യും നായും പട്ടീനെ. അപ്പോൾ ഏത് കാമ്യകർമ്മങ്ങളിൽ നിന്ന് വേറിട്ടവനായി ഭവിക്കുന്നു. കൃഷ്ണ സന്ദർശന മാത്രത്താൽ മുക്തി എങ്ങനെ സിദ്ധിക്കുമെന്ന് സംശയം ഉണ്ടാകണ്ട. കൃഷ്ണ സന്ദർശന മാത്രത്താൽ
പ്രാണ അപായ സമയത്തിൽ ഭഗവത് സ്മരണം തന്നെ മുക്തിയെ നൽകുന്നതിന് സമർത്ഥമായിരിക്കെ അതായത് ഭഗവൻ നാമങ്ങൾ ഉച്ചരിച്ചാൽ തന്നെ മുക്തി കിട്ടുന്നുണ്ടെങ്കിൽ ഭഗവാനെ തന്നെ ഗോചരമായ കണ്ണുകളെ കൊണ്ട് കണ്ടാൽ പിന്നെ മുക്തിയുടെ കാര്യം പറയേണ്ടതുണ്ടോ? കൊതു കടിച്ചിട്ട് മുതുത്ത് കൊതു വന്നിട്ട് പെണ്ണൊന്നും എത്തുന്നില്ല അവരുടെ ശൈലി. അപ്പോൾ ഇവിടെ പറയണു, ഭഗവത് സ്മരണം തന്നെ മുക്തിയെ നൽകുന്നതിന് സമർത്ഥമായിരിക്കെ ശ്രീകൃഷ്ണനെ കണ്ടുകൊണ്ട് തന്നെ ദേഹത്യാഗം സാധിച്ചാൽ പിന്നെ പറയണമോ എന്നുള്ള അഭിപ്രായത്തെ പ്രകാശിപ്പിച്ചു. ഇനി 24-ാമത്തെ ശ്ലോകം 4 വരി ശ്ലോക ശ്രദ്ധിക്കുക. സ ദേവദേവാ ഭഗവാൻ പ്രതീക്ഷതാം കളേബരം യാവതിദം ഹിനോമ്യഹം പ്രസന്നഃ സാരുണലോചനോല്ലസൽ മുഖാംബുജോ ധ്യാനപദശ്ചതുർഭുജാം. വളരെ ഗംഭീരാണ്. സ ദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം ശരീരം യാവത് ഇതം ഹീനോമ്യഹം പ്രസന്നഃ സാരുണലോചനോലസത് മുഖാംബുജോ ധ്യാനപദശ്ചതുർഭുജാം. ആ ദേവദേവൻ ആരെ? ശ്രീകൃഷ്ണൻ. ഈ ശരീരത്തെ ഞാൻ ഉപേക്ഷിക്കുന്നത് വരെ പ്രസന്നമായ മന്ദഹാസം കൊണ്ടും അരുണവർണ്ണമുള്ള കണ്ണുകൾ കൊണ്ടും വിശേഷമായി ശോഭിച്ച മുഖാരവിന്ദത്തോടു കൂടിയവനും ധ്യാനമാർഗത്താൽ അറിയപ്പെടുവാൻ കഴിയുന്നവനും. ഈ ഭഗവാനെ എങ്ങനെ നമ്മൾ അറിയുക? ധ്യാനമാർഗം. ആദ്യം എന്ത് വേണം? കീർത്തനം വേണം. കീർത്തനം ചെയ്ത് കേട്ടിട്ട് മനനം ചെയ്യണം, പിന്നെയാണ് ധ്യാനം ചെയ്യേണ്ടത്. അപ്പോൾ ധ്യാനമാർഗത്താൽ അറിയപ്പെടാൻ കഴിയുന്നവനും 4 കൈകളോട് കൂടിയവനുമായ കൃഷ്ണൻ കടാക്ഷിക്കണമേ. കൃഷ്ണന് 4 കൈയുണ്ട്, അതാണ് പൂർണ്ണാവതാരം എന്ന് പറയാൻ കാരണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം. ദേവദേവനും മഹിമയുള്ളവനും പ്രസന്നമായ ഹാസം, പ്രസന്നമായ ചിറി, ചുവന്ന കണ്ണുകൾ എന്നിവ കൊണ്ട് പ്രകാശിക്കുന്ന മുഖാരവിന്ദത്തോടു കൂടിയവനും ധ്യാനത്തിൽ വിഷയമായിരിക്കുന്നവനും 4 കൈകളോട് കൂടിയവനുമായ ആ ശ്രീകൃഷ്ണൻ ഞാൻ ഈ ദേഹത്തെ ഉപേക്ഷിക്കുന്നത് വരെ ഇവിടെ ഇരുന്ന് എന്നെ കടാക്ഷിക്കണം. ഒരു ഭക്തൻ്റെ ഭാവം നമ്മളെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നിട്ടും നമ്മൾക്കത് തോന്നുന്നില്ലല്ലോ. ഉപേക്ഷിക്കുന്നത് വരെ എന്നത് ശരീരം ഉപേക്ഷിക്കുവാൻ കുറേ താമസമുണ്ടെന്ന് സൂചിപ്പിക്കണോ. ഞാനിപ്പോൾ 2 ശ്ലോകം കൊണ്ട് പറഞ്ഞാലും ഇപ്പോൾ പോണില്ല. എനിക്ക് ദക്ഷിണായനം കഴിഞ്ഞ് ഉത്തരായനം വരണം. പിന്നെ അപ്പോൾ അങ്ങ് ഇവിടെ ഇരിക്കുന്നത് വേറൊരു കാര്യത്തിനാണ്. അങ്ങയുടെ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ഇയാൾക്ക് പറഞ്ഞു കൊടുക്കും വേണം. അത് ഞാൻ പെട്ടെന്ന് പോണില്ലാതെ പറഞ്ഞതേ. ഈ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ഓർമ്മ വെച്ച് പറയണത്? അപ്പോൾ കുറേ താമസമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഞാൻ ഉപേക്ഷിക്കും എന്നത് ഉപേക്ഷിപ്പാനുള്ള സ്വാതന്ത്ര്യത്തെ കാണിക്കുന്നു. അദ്ദേഹത്തിന് വരം കിട്ടിയിട്ടുണ്ട് അച്ഛനിൽ നിന്ന്. സ്വച്ഛന്ത മൃത്യു, സ്വച്ഛന്തം ആനന്ദത്തോടു കൂടി മരിക്കാനുള്ളതാ എന്നത് ഉപേക്ഷിപ്പാനുള്ള സ്വാതന്ത്ര്യത്തെ കാണിക്കുന്നു. ഈ ശരീരം എന്നത് ആത്മാവിൽ നിന്ന് ഭിന്നമാണ് ശരീരം എന്നറിയപ്പെട്ടിരിക്കുന്നു. ഇത്രയൊക്കെ ഗംഭീരമായിട്ടുള്ള ഈ ഒരു അവതരണം വായിക്കാണ്ട് പോയ എനിക്ക് ശ്ലോകം ചൊല്ലാൻ പഠിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ പലവരും ഞാൻ കാണുന്നുണ്ട് എന്ത് സ്പീഡിലാണ് ആ ശ്ലോകങ്ങൾ ചെല്ലണത്. എന്താ ആവശ്യം? എന്ത് മനസ്സിലായി നമ്മൾക്ക്? അപ്പോൾ ശരീരം എന്നത് ആത്മാവിൽ നിന്ന് ഭിന്നമാണ് ശരീരം എന്നറിയപ്പെട്ടിരിക്കുന്നുവെന്ന് കാണിക്കുന്നു. ദേഹത്തെ സ്വീകരിച്ചും ഉപേക്ഷിച്ചും ഇരിക്കുന്ന ആത്മാവ്, ഈ ആത്മാവിൻ്റെ ജോലി എന്താ? കർമ്മങ്ങൾ ചെയ്യിപ്പിക്കും. അതിൻ്റെ പാപപുണ്യങ്ങൾ അനുഭവിച്ചാൽ ആ ശരീരം കഴിഞ്ഞിട്ട് വേറെ ശരീരത്തെ പ്രാപിപ്പിക്കും. ആത്മാവ് ദേഹമല്ലെന്നും സ്വതന്ത്രനാണെന്നും സൂചിപ്പിക്കുന്നു. ധർമാദി 4 വിധ പുരുഷാർത്ഥങ്ങളെ യഥാരുചി, അതായത് ആവശ്യക്കാരുടെ അഭിരുചിക്കനുസരിച്ച്
നൽകുന്നവൻ താനെന്ന് ഭക്തവത്സലൻ പ്രത്യക്ഷത്തിൽ ഭീഷ്മർക്ക് അന്ത്യകാലത്തിൽ കാട്ടിക്കൊടുക്കുവാൻ വേണ്ടി ചതുർഭുജ സ്വരൂപത്തെ ഭീഷ്മർക്കും മാത്രമായും ദ്വിഭുജ സ്വരൂപത്തെ മറ്റുള്ളവർക്ക് ഏകകാലത്തിൽ പ്രകാശിപ്പിച്ചു. വലിയൊരു സദസ്സിൽ ഭീഷ്മർക്ക് മാത്രം ശ്രീകൃഷ്ണൻ ചതുർഭുജനായിട്ട് കണ്ടു, ബാക്കിയുള്ളവർക്കൊക്കെ ദ്വിഭുജനായിട്ട്. അതിൽ നാരദനും പിന്നെ ശിവനും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് കാര്യം അറിയാം, ഈ അദ്ദേഹത്തിന് ചതുർഭുജാണ് എന്നുള്ളത് അറിയാം. എന്താണ് സൂതാവാച. അടുത്ത ശ്ലോകം 25. യുധിഷ്ഠിരസ്തദാകർണ്യ ശയാനാം ശരപഞ്ചരേ അപൃച്ഛത് വിവിധാൻ ധർമാൻ ഋഷീണാം ചാനുശൃണ്വതാം. യുധിഷ്ഠിരസ്തദാകർണ്യ, ഈ പറഞ്ഞത് കേട്ടിട്ട് ശയാനാം ശരപഞ്ചരേ, ശരപഞ്ചരത്തിൽ കടക്കുന്ന ഭീഷ്മരെ അപൃച്ഛത് വിവിധാൻ ധർമാൻ ഋഷീണാം ചാനുശൃണ്വതാം. അതായത് പലതരത്തിലുള്ള ധർമ്മങ്ങളെപ്പറ്റി എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയാണ് ഭീഷ്മരോട്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് വേണ്ട, വാക്കർത്ഥം കേട്ടോളൂ. ധർമ്മപുത്രൻ അതിനെ കേട്ടിട്ട് ബാണങ്ങളാകുന്ന കൂട്ടിൽ കിടക്കുന്ന ഭീഷ്മരോട് ബഹുവിധങ്ങളായ ധർമ്മങ്ങളെ ഋഷികൾ കൂടി കേട്ടുകൊണ്ടിരിക്കെ ചോദിച്ചു. അതിൻ്റെ ഭാവാർത്ഥം പറയാം. സൂതൻ പറഞ്ഞു, അതികരുണമായ ആ വാക്ക് കേട്ടപ്പോൾ, ആരുടെ? ഭീഷ്മരുടെ അതികരുണമായ വാക്ക് കേട്ടപ്പോൾ ധർമ്മപുത്രൻ ശരങ്ങളാകുന്ന കൂട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യരോട് ഋഷികൾ കേട്ടുകൊണ്ടിരിക്കെ ബഹുവിധങ്ങളായ ധർമ്മങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്തു. ധർമ്മങ്ങൾ വളരെയധികമുണ്ട്. ആ അന്ത്യസമയം ചോദ്യോത്തരങ്ങൾക്ക് ഉചിതമല്ലെന്നിരിക്കലും ഭീഷ്മ ശരീരഭാവത്തിൽ തൻ്റെ സന്ദേഹം തീർക്കുവാൻ ആരുമില്ലെന്ന ഭീഷ്മരെ പോലെ അറിവുള്ള ഒരാൾ വേറില്ല. അതുകൊണ്ട് തീർക്കുവാൻ ആരുമില്ലെന്ന് ദുഃഖാധിക്യത്താൽ ധർമ്മപുത്രർ ചോദ്യം ചെയ്തു. ശരീരക്ലേശം മുഴുവനും ശ്രീകൃഷ്ണ ദർശന മാത്രത്താൽ തന്നെ നശിക്കയാൽ ശരപഞ്ചരത്തിൽ ആണെങ്കിലും ശരശയ്യയിലാണെങ്കിലും ഭഗവാനെ നാരായണ ജപിക്കണമൊക്കെ വേദന ഉണ്ടാവില്ല എന്നാ. അത് മനസ്സിലെ ധാരണ വേണം, ഉറപ്പ് വേണം. അതാണ് ശ്രീകൃഷ്ണ സന്ദർശന മാത്രത്താൽ തന്നെ നശിച്ചിരിക്കയാൽ അത്യാനന്ദിയായ ഭീഷ്മർ, ആ വാക്ക് അത്യാനന്ദം നശിച്ചിരിക്കയാൽ അത്യാനന്ദിയായ ഭീഷ്മർ ചോദ്യങ്ങൾക്കെല്ലാം മതിയായ മറുപടി പറയുകയും ചെയ്തു എന്നറിയണം. ഭാരതത്തിൽ ശാന്തി പർവ്വത്തിൽ അധിക ഭാഗവും ഈ വിഷയമാണ്. ഇതാണ് ഞാൻ ഇത് പഠിച്ചു എന്ന് പറയാൻ കാരണം. ശാന്തി പർവ്വത്തിൽ ശാന്തി, യാദേവി സർവഭൂതേഷു ശാന്തി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ശാന്തി പർവ്വം അധിക ഭാഗം ഈ വിഷയമാണ്. ഇവിടെ നന്നേ സംഗ്രഹിച്ച് മാത്രം കാണിച്ചിരിക്കുന്നത്. ഇവിടെ വളരെയധികം ചുരുക്കി പറയുക ചെയ്തിട്ടുള്ളത്. അടുത്ത ശ്ലോകം 26. പുരുഷസ്വഭാവവിഹിതാൻ യഥാ വർണ്ണം യഥാ ആശ്രമം വൈരാഗ്യ രാഗോപാധിഭ്യാം ആംനാദോ ഭയലക്ഷണാൻ. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. പുരുഷസ്വഭാവവിഹിതാൻ യഥാ വർണ്ണം യഥാശ്രമം വൈരാഗ്യരാഗോപാധിഭ്യാം ആംനാദോ ഭയലക്ഷണാൻ. പുരുഷന്മാർക്ക് സ്വഭാവത്താൽ നിശ്ചയിക്കപ്പെട്ടവയും, പുരുഷന്മാർക്ക്, സ്ത്രീകളെ പറഞ്ഞിട്ടില്ല അവിടെ, വർണ്ണങ്ങളെ അനുസരിച്ചതും ആശ്രമങ്ങളെ അനുസരിച്ചും വൈരാഗ്യം രാഗം എന്ന ഉപാധികളാൽ, എന്താ പറഞ്ഞത്? വൈരാഗ്യം രാഗത്തോടു കൂടി ജീവിക്കരുത്, വൈരാഗ്യത്തോടു കൂടി എന്താ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ? രാഗമില്ലാത്ത അവസ്ഥ. അല്ലാണ്ട് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ മറ്റവൻ്റെ ചപ്പക്കുറ്റിക്ക് അടിക്കലല്ല. വൈരാഗ്യം
അത് അറിവില്ലായ്മ. വിരാഗം, രാഗമില്ലാത്തവൻ. അപ്പോൾ വൈരാഗ്യം രാഗം എന്ന ഉപാധികളാൽ പറയപ്പെട്ട 2 വിധ ലക്ഷണങ്ങളോടുകൂടിയവയെയും എന്നാണ് മുഴുവിച്ചിട്ടില്ല ശ്ലോകം. അല്ല, അവിടെ കോമയാണ്. അപ്പം ഇനി അടുത്ത ശ്ലോകം കൂടിയും പറയുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അതവിടെ നിന്നോട്ടെ, നമുക്കത് പ്രശ്നമല്ല. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം. മനുഷ്യർക്ക് സർവ്വസാധാരണമായും ബ്രാഹ്മണാദി വർണ്ണങ്ങൾക്ക് വിശേഷമായും ബ്രഹ്മചര്യാദികളായ ആശ്രമങ്ങളിൽ ഇരിക്കുന്നവർ അനുസരിക്കേണ്ടതായും വിഷയവൈരാഗ്യമാകുന്ന ലക്ഷണത്തോടു കൂടിയ നിവൃത്തി, പ്രവൃത്തിയല്ല നിവൃത്തി. ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താ? മനുഷ്യർക്ക് സർവ്വസാധാരണയായിട്ടും ഇൻ കോമൺ ബ്രാഹ്മണാദി വർണ്ണങ്ങൾക്ക് വിശേഷമായും, ബ്രാഹ്മണ ക്ഷത്ര വൈശ്യന്മാർക്ക് വിശേഷമായും ബ്രഹ്മചര്യാദികളായ ആശ്രമങ്ങളിൽ ഇരിക്കുന്നവർ അനുസരിക്കേണ്ടതായും വിഷയവൈരാഗ്യമാകുന്ന ലക്ഷണത്തോടു കൂടിയ നിവൃത്തി, വിഷയാനുരാഗമാകുന്ന ലക്ഷണത്തോടു കൂടിയ പ്രവൃത്തി എന്നിവയെ സംബന്ധിക്കുന്നവയുമായ ധർമ്മങ്ങളെ വർണ്ണിച്ചു. ഇതാരാ പഠിച്ചിട്ടുള്ളത്? ആരാ മനസ്സിലാക്കിയിട്ടുള്ളത്? ആരാ അനുകരിക്കണത്? ഭഗവാനെ അനുമോദിക്കൂ എന്ന് പറഞ്ഞതിൽ വന്നതേ. അനുമോദിച്ചാൽ ഈ ഭഗവത് ശാസനകളെ നമ്മൾ സ്വയത്താക്കണം. ഭഗവത് ശാസനങ്ങളെ സ്വയത്താക്കാതെ കൊണ്ടുള്ള ജീവിതം അപകടകരമാണ്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.